രക്ഷിതാക്കളുടെ കാഴ്ച പരിമിതി പറഞ്ഞ് അപമാനിച്ചും സ്ത്രീധന പീഡനത്തെ തുടർന്നും യുവതി ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം. അന്ധരായ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ കാഴ്ച പരിമിതിയുള്ള 50-ലധികം ആളുകളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആലപ്പുഴ നഗരത്തിലെ കൈച്ചൂണ്ടിയിലെ ഭർത്തൃവീട്ടിൽ രേഷ്മ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് ഡിബിനും ഭർത്തൃപിതാവ് ദിലീപ് കുമാറും സംഭവത്തിന് ശേഷം ഒളിവിലാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, ഏറെ സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയായിരുന്നു അത്. അതായത് കണ്ണുപൊട്ടിയുടെ മകൾ, കണ്ണുപൊട്ടൻ്റെ മകളെന്ന് പറഞ്ഞ് രേഷ്മ എന്ന യുവതിയെ ഭർത്താവും ഭർത്തൃപിതാവും തുടർച്ചയായി അപമാനിക്കുന്നു, സ്ത്രീധനത്തിൻ്റെ പേരിൽ വേട്ടയാടുന്നു. പക്ഷേ ഈ യുവതി ആത്മഹത്യ ചെയ്ത് ആഴ്ചകൾ പിന്നിടുന്നു. ഇതുവരെയും അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണോ ഈ രക്ഷിതാക്കളും, അതായത് മാതാപിതാക്കൾ, ഈ രേഷ്മയുടെ മാതാപിതാക്കളും കാഴ്ച പരിമിതിയുള്ള ആളുകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു? പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ ആവശ്യങ്ങൾ? ടോമെ, അല്പസമയം മുമ്പാണ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ ആ ഒരു മാർച്ച് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ 17-നാണ്. അതിനുശേഷം പോലീസ് കേസെടുക്കുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിനകത്ത് ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഭർത്താവിനും പിതാവിനുമെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഡിബിൻ, ഒപ്പം തന്നെ ദിലീപ് കുമാർ എന്നീ കൈചൂണ്ടി സ്വദേശികളായ ആളുകൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 2 മാസം പിന്നിടുമ്പോഴും ഇവരെ അറസ്റ്റ് ചെയ്യാനോ തുടർ നീക്കങ്ങളിലേക്ക് പോകാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ധരായ മാതാപിതാക്കൾ ഇന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ, പ്രത്യേകിച്ച് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. ഇവരോടൊപ്പം 50ഓളം കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾ കൂടി ഈ പ്രതിഷേധത്തിൽ അണിനിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒപ്പം ഇവര് ഈ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് കണ്ണീരോടെ നിൽക്കുന്ന രക്ഷകർത്താക്കളെയാണ് കാണുന്നത്. അവർ പറയുന്നത്, ആദ്യഘട്ടത്തിൽ പോലീസ് ജാമ്യം അവർ തേടിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് ജില്ലാ കോടതിയുടെ അടക്കം ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും തുടർ നടപടികളിലേക്കോ അറസ്റ്റിലേക്കോ പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടി ബിരുദധാരിയായിരുന്നു, ആത്മഹത്യ ചെയ്ത രേഷ്മ. ഒപ്പം തന്നെ ഈ 2 അച്ഛനും അമ്മയും കണ്ണ് കാണാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും വളരെയധികം ബുദ്ധിമുട്ടിയാണ് 2 പെൺമക്കളെയും ബിരുദം വരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ജോലി ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ്. എന്നാൽ വിവാഹത്തിന് ശേഷം ഈ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജോലി അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെപ്പിച്ചു. ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, 3 വയസ്സുള്ള ഇവരുടെ മകൾ, അതായത് ഈ രേഷ്മയുടെയും ഡിബിന്റെയും മകൾ ഈ അമ്മയെ അച്ഛൻ മർദ്ദിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ അമ്മയുടെ വീട്ടുകാരോട് പങ്കുവച്ചിരുന്നു. തുടർന്ന് ഈ കുഞ്ഞിനെ ഉൾപ്പെടെയാണ് ഇവർ ഒളിവിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. കുട്ടിയെ പിന്നീട് കാണാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ അത്തരം പ്രതിസന്ധികളെല്ലാം ചൂണ്ടിക്കാട്ടി കുഞ്ഞിനെങ്കിലും കാണണം എന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെയാണ് ഇന്നിപ്പോ കളവൂർ സ്വദേശികളായ ഈ ഷീല അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും പോലീസ് ഇതിനകത്ത് തുടർ നടപടി എന്ത് സ്വീകരിക്കുമെന്ന് വേണം, അല്ലെങ്കിൽ നോക്കിയിരുന്ന് കാണാം. കാരണം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് അവർ നീങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് കുത്തിയിരുന്ന് പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുമെന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അതീവ ദയനീയമാണ്. കാരണം ഇത്രയും, അതായത് ശരണ്യ, ഇവരുടെ ഒരു ആരോപണം ഇതാണ്, പോലീസിന്റെ ഭാഗത്ത്, പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ട്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റോ, അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള മറ്റോ നീക്കമോ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ടെന്നുള്ള ഒരു ആരോപണം കുടുംബാംഗങ്ങൾക്കുണ്ടോ? ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പോയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോലീസ് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പോലീസ് വൃത്തങ്ങളും അതാണ് പറയുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വിഷമകരമെന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയെ മാനസികമായി തളർത്താൻ ഉപയോഗിച്ചതും ഒപ്പം തന്നെ അപമാനിച്ചതും കണ്ണുപൊട്ടന്റെയും കണ്ണുപൊട്ടിയുടെയും മകളെന്ന് നിരന്തരം വിളിച്ച് ആക്ഷേപിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള വോയിസ് റെക്കോർഡ് അടക്കമുള്ള തെളിവുകളും ഒക്കെ അവരുടെ ഫോണിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ആക്ഷേപിച്ചു. പിന്നീട് ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഗാർഹിക പീഡനത്തിലേക്ക് വന്നു. സ്വന്തം വീട്ടിൽ വെച്ച് രക്ഷകർത്താക്കളുടെ മുന്നിൽ വെച്ച് ഈ രേഷ്മയുടെ മുഖത്ത് ഈ ഡിബിൻ അടിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ കുട്ടി ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേ ദിവസം ഈ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടന്നുവെന്ന് ഇവരുടെ 3 വയസ്സുകാരിയായ കുഞ്ഞ്, അതായത് അച്ഛൻ അമ്മയെ അടിച്ചു എന്നുള്ളത്
ഈ രക്ഷകർത്താക്കൾ രേഷ്മയുടെ രക്ഷകർത്താക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയാലോ, ഈ കണ്ണിന്റെ കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ പോകുന്നതിനോ സ്റ്റേഷനുകളിലേക്ക് പോകുന്നതിനോ ഒക്കെ ഒരുപാട് പരിമിതിയുള്ള ആളുകളാണ്. അവർക്ക് മറ്റ് സഹായങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ടോ, രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നമുക്കറിയാം 7 വർഷത്തിനുള്ളിൽ നടന്ന, അതായത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ നടന്ന മരണമാണ്. അതുകൊണ്ട് തന്നെ ആ കേസിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് കാണുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നടു റോട്ടിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തിന് മുന്നിൽ ഈ അമ്മ, അതായത് അന്ധരായ രക്ഷകർത്താക്കൾ സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി ഇന്ന് കണ്ണീരോടെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഏറ്റവും സങ്കടകരമായ, ഇന്ന് കണ്ട ഏറ്റവും സങ്കടകരമായ കാഴ്ചകളിലൊന്നായിരുന്നു അത്. അതായത് തങ്ങളുടെ മകളുടെ ജീവനെടുത്ത, മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി കാഴ്ച വൈകല്യമുള്ള ഒരച്ഛനും അമ്മയും നടത്തുന്ന പോരാട്ടം. അവർക്കൊപ്പം കുറേ സമാനമായ രീതിയിൽ കാഴ്ച പരിമിതരായ നിരവധി ആളുകളും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഏറെ വൈകാരികമായാണ് അവർ പ്രതികരിച്ചത്. തങ്ങൾക്ക് നീതി ലഭിക്കണം, തങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കണമെന്നൊരു ആവശ്യമാണ് ആ കുടുംബം ഉന്നയിക്കുന്നത്. സെപ്റ്റംബർ 17-ാം തീയതി ഭർതൃഗ്രഹത്തിൽ വെച്ചാണ് എൻ്റെ മോള് മരണപ്പെട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ നേരിട്ട് അവിടെ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നതല്ലാതെ കണ്ടിട്ടില്ല. അത് കണ്ട പരിസരവാസികളില്ല. ആ പരിസരവാസികളിലൊന്നും ഇവിടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോയി അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാര്യം അതാണ്. അതായത് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അവർക്ക് വേണ്ടി ചെലവാക്കി അവസാനം അതിൽ ഫലമില്ലാത്തൊരു ഗതിയിലേക്ക് എത്തിച്ചു. അതിന് കൃത്യമായൊരു അന്വേഷണം നടത്തി ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമര പോരാട്ടങ്ങളിലേക്ക് ഞങ്ങൾ ഈ SP ഓഫീസിലേക്ക് വരാനുള്ള സാഹചര്യം തന്നെ. പെരുവഴിയിൽ ഞങ്ങൾ വന്നു നിന്ന് നിങ്ങളോടൊപ്പം ഇത് പറയാനും കരയാനുമുള്ളൊരു അവസരം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ പോലീസ് അധികാരികളാണ്. അതിനുപരി ഇതിനെല്ലാം കണ്ടു നിൽക്കുന്ന സർക്കാർ പോലും കണ്ണടയ്ക്കുന്നു. കണ്ണ് കാണാൻ വയ്യാത്തവരോട് കണ്ണ് കാണാത്ത സ്ഥൈര്യയിലുള്ള പെരുമാറ്റമെന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. വീണ്ടും ശരണിയിലേക്ക്. ശരണ്യായി കാഴ്ച പരിമിതരായ ഈ അച്ഛനും അമ്മയും എങ്ങനെയാണ് ആ മകളെ വളർത്തി വലുതാക്കിയതെന്ന് അവർക്ക് മാത്രം അറിയാവുന്ന ആ ബുദ്ധിമുട്ട്, ആ പ്രയാസം അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ആ മകളുടെ ജീവിതം ഈ രീതിയിൽ തകർന്ന് അടിയുന്നൊരവസ്ഥ, മകളുടെ മരണം സംഭവിക്കുന്നു. ഇവർക്ക് ഈ വാർദ്ധക്യകാലത്ത് നോക്കാൻ പോലും ആരുമില്ലാത്തൊരു സാഹചര്യം. എന്തായിരിക്കും ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നീതി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഇവരുടെ അടുത്ത നടപടികൾ? സമരം, പ്രതിഷേധം കൂടുതൽ ശക്തമാകുമോ? ടോമെ, ഈ പറഞ്ഞ രീതിയിൽ ഈ ആത്മഹത്യ നടന്ന സമയത്ത്, ആത്മഹത്യ എന്നാണ് അവരിപ്പോ പറയുന്നത്, ആ ആത്മഹത്യ നടന്ന സമയത്ത് പോലും ഒരു മാധ്യമങ്ങളോ മറ്റാരും ഇവരുടെ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ കലവൂർ സ്വദേശികളായ ജയരാജിനും ഷീലയ്ക്കും ഇവരെ സംബന്ധിച്ച് ജയരാജ് ബിരുദധാരിയാണ്. അദ്ദേഹം ബ്രെയിൻ ലിപിയിൽ ബിരുദം നേടിയ ബി എ വിഭാഗത്തിൽ ബിരുദം നേടിയ ആളാണ്. ഒപ്പം തന്നെ ഈ ഷീലയാണെങ്കിൽ തൃശ്ശൂർ സ്വദേശിനിയാണ്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ 2 മക്കളെയും പഠിപ്പിച്ചു. മക്കൾക്ക് 2 പേർക്കും കാഴ്ച പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ 2 പേരെയും പഠിപ്പിച്ച് ബിരുദം വരെ പഠിപ്പിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിലും 2 പേരെയും ജോലിക്കാരാക്കുകയും ചെയ്തു. അത്രയും കഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കറിയാം എത്രമാത്രം സ്ട്രഗിൾ ചെയ്താണ് അച്ഛനും അമ്മയും ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന. ആ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് 27 വയസ്സാണ് അവൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. അത്ര ബുദ്ധിമുട്ടിയാണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവന്ന ഒരാളെ ആദ്യം ഈ മരുമകൻ തന്റെ മുന്നിൽ വെച്ച് സ്വർണത്തിന്റെ പേരിൽ മുഖത്തടിച്ചു എന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട്. അതിനുശേഷം കുറച്ചുനാൾ ഈ പെൺകുട്ടി വീട്ടിലായിരുന്നു. പിന്നീട് ഇത് പരിഹരിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അവർ തന്നെ ഇടപെട്ടാണ് പിന്നീട് അത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ കൊണ്ടുപോയതിനു ശേഷം അതിന്റെ ഒരു ജീവിതം ഇങ്ങനെയായി മാറി എന്നുള്ളതാണ്. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ ഭയമായിരുന്നു. ഒപ്പം തന്നെ മൊബൈൽ ഫോണിൽ രക്ഷകർത്താക്കളെ വീഡിയോ കോൾ ചെയ്താൽ പറയും അവർ കണ്ണ് കാണാത്തവരായതുകൊണ്ട് തന്നെ എന്തിന് വീഡിയോ കോൾ ചെയ്യണം. ആ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ ആയിരുന്നു എന്നാണ് ആ അമ്മ കണ്ണീരോടെ പറയുന്നത്. അമ്മയ്ക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് അവർക്ക് കാഴ്ച ഇല്ലാത്തവരാണ്. അപ്പോൾ ഈ വീഡിയോ കോൾ ചെയ്യുന്നതിനെ പോലും അത്തരത്തിൽ ആക്ഷേപിച്ചു എന്നുള്ളതാണ്. മകൾക്ക് അമ്മയെ കാണണമെന്നുള്ളതല്ല, മറിച്ച് കണ്ണുപൊട്ടിയുമ എന്ത് വീഡിയോ കോൾ എന്നുള്ള ആ രീതിയിലൊക്കെയാണ് അവരെ മാനസികമായി പെൺകുട്ടിയെ വളരെയധികം തളർത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അത്രയ്ക്കും മാനസികമായ പ്രയാസങ്ങൾ
നേരിടേണ്ടി വന്നു രേഷ്മ എന്ന പെൺകുട്ടിക്ക്. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും വൈകല്യത്തിൻ്റെ പേരിൽ അപമാനമേൽക്കേണ്ടി വന്ന അതിൽ തുടർന്നാണ് രേഷ്മ ജീവനൊടുക്കിയത്. രേഷ്മയുടെ മരണത്തിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ഈ രീതിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ളൊരു അവസ്ഥയല്ല അവർക്ക്. കാരണം കാഴ്ച വൈകല്യമുള്ളവരാണ്. ഇനിയും അവരെ തെരുവിലിറക്കാൻ നമ്മുടെ ഭരണകൂടം അനുവദിച്ചുകൂടാ. കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ പോലീസ് സന്നദ്ധരാകണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.